ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിന് ശേഷം അപ്രത്യക്ഷമായിട്ടുണ്ട്. ഗവേഷകരും പണ്ഡിതന്മാരും ജനങ്ങളും ഇന്നും അതിനെ അന്വേഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏദൻ തോട്ടം. ഭൂമിയിൽ സ്വർഗമായിരുന്ന ആ ഏദൻ തോട്ടം ഇപ്പോൾ എവിടെ? ഈ ചോദ്യം എല്ലാ ബൈബിൾ വായനക്കാർക്കും ഒരുപക്ഷെ തോന്നിയേക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഏദൻ തോട്ടം അല്ല, ഏദൻ എന്നത് ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു സൈഡിൽ, അതായത് കിഴക്ക് വശത്ത് ഉണ്ടായിരുന്ന ഒരു തോട്ടമായിരുന്നു ഇത്. ഉൽപ്പത്തി 2:8 കിഴക്ക് ഏദനിൽ ഒരു തോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴോട്ടുള്ള വചനത്തിൽ തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഏദനിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടമായതുകൊണ്ട് നാം പറഞ്ഞ് അത് ഏദൻ തോട്ടം എന്നായി. ഏദൻ എന്നത് ചെറിയ തോട്ടം, ആ തോട്ടമാണ് ഏദൻ എന്നല്ല. ഏദൻ എന്നത് ഒരു വലിയ ഭൂഖണ്ഡമാണ്, ഒരു കോണ്ടിനെൻ്റാണ്. ഏദനിൽ നിന്ന് ഒരു നദി തുടങ്ങി അത് 4 പിരിഞ്ഞു. ഒരു നദിയുടെ പേര് യൂഫ്രട്ടീസ്. ഈ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് എന്ന നദിയുടെ അകത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, 2 നദി ഒരു രാജ്യമാണെങ്കിൽ 4 നദി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്ര വലുതായിരിക്കും? ആ ഏദൻ്റെ ഒരു ഭാഗത്താണ് ഈ ഒരു തോട്ടം ഉണ്ടായിരുന്നത്. ഏദൻ തോട്ടം ആദം ഹവ്വ ഇവരുടെ ജീവിതം ആരംഭിച്ച സ്ഥലമാണ്. അനുസരണക്കേട് കാരണം ഈ തോട്ടത്തെ നഷ്ടമാക്കി ദൈവത്താൽ വെളിയിലാക്കപ്പെട്ടു. ഈ തോട്ടത്തെ നനയ്ക്കേണ്ടതിന് ഒരു നദി ഉണ്ടായിരുന്നു. അത് പീഷോൻ, ഗീഹോൻ, ഹിദ്ദക്കേൽ, ഫ്രാത്ത് എന്ന് 4 പിരിഞ്ഞു. ആദ്യ നദിയായ പീഷോൻ ഹവിലാദേശം ചുറ്റും ഒഴുകിക്കൊണ്ടിരുന്നു. അവിടെ മേൽത്തരമായ പൊന്നുണ്ട്. അവിടെ ഗോമേതക കല്ലും ഗുൽഗുലു എന്നറിയപ്പെടുന്ന അപൂർവമായ തടി റെസിനും ഉണ്ടായിരുന്നു. 2ാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. എത്യോപ്യ ദേശം മൊത്തം ഇത് ചുറ്റി ഒഴുകി. 3ാം നദിയായ ഹിദ്ദക്കേൽ കിഴക്ക് അസറിയയിൽ ഒഴുകുന്നു. 4ാം നദി ഫ്രാത്ത്. പൊതുവെ ചാലുകൾ ഒരുമിച്ച് ചേർന്നാണ് നദിയാകുന്നത്. പക്ഷെ ഇവിടെ ഏദനിൽ നിന്ന് 4 നദി പുറപ്പെട്ടതായി പറയുന്നു. ഈ 4 നദിയിൽ 4ാം നദിയായ ഫ്രാത്ത്, ഇംഗ്ലീഷിൽ യൂഫ്രട്ടീസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ നദി മാത്രമാണ് ഈ പേരിൽ തന്നെ ഇപ്പോഴും അറിയപ്പെടുന്നത്. ഇത് ഇപ്പോഴും ഉണ്ട്. ഈ നദി തുർക്കിയുടെ മലയിൽ ആരംഭിക്കുന്നു. ശേഷം ഈ നദി ടൈഗ്രീസ് എന്ന നദിയോട് ഇറാഖ് കുവൈറ്റ് അതിർത്തിയിൽ യോജിക്കുന്നു. പല വേദപണ്ഡിതന്മാരും ഈ ടൈഗ്രീസ് നദിയാണ് ഏദനിൽ ഒഴുകിയ ആ 3ാം നദിയായ ഹിദ്ദക്കേൽ എന്ന് അഭിപ്രായപ്പെടുന്നു. ഈ അനുമാനം നമുക്ക് ഏദൻ ഒരുപക്ഷെ തുർക്കിയിലാണോ എന്ന് ചിന്തിപ്പിക്കുന്നു. ബൈബിളിൽ ആദ്യ 2 നദിയെക്കുറിച്ച് വേറെങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ ദാനിയേൽ 10:4 3ാം നദിയായ ഹിദ്ദക്കേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഗവേഷണ മുഖേന ഒരു നദി വറ്റിയതായി പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ഈ നദി മേൽത്തരമായ പൊൻവിളയുന്ന ഹവീലാദേശം ചുറ്റി ഒഴുകുന്ന പീഷോൻ നദി എന്ന് പറയുന്നു. ഈ നദി ഏകദേശം BC 3500 മുതൽ 2500 വറ്റിക്കാണും എന്ന് പറയുന്നു. അതായത് നോഹയുടെ കാലത്തിന് മുമ്പ് തന്നെ വറ്റിയെന്ന് ഗവേഷകർ കണ്ടെത്തി. ചില കണ്ടെത്തലുകൾ വെച്ച് സൗദി അറേബ്യയാണ് ഹവീലാദേശം എന്ന് പറയുന്നു. എന്നാൽ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമിയുടെ ഭൂപ്രകൃതിയിൽ കാര്യമായ മാറ്റം ഉണ്ടായെന്നും ആദ്യ 2 ജലാശയവും മാറിയെന്നും ഒരിക്കൽ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന നദി ദൂരേക്ക് മാറിയെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവസാന 2 നദികളും ഇന്നും തുർക്കി ദേശത്ത് സ്ഥിതി ചെയ്യപ്പെടുന്നു. ചിലർ ഈ ഏദൻ ദേശം ആദ്യകാല ബാബിലോണിലായിരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഒന്നു മാത്രം സത്യം, ദൈവമുണ്ടാക്കിയ ആ സുന്ദരമായ ഏദൻ തോട്ടം ഇപ്പോൾ ഈ ലോകത്തിലില്ല. നോഹയുടെ ജലപ്രളയത്ത് എല്ലാം നശിച്ചതുപോലെ ഈ തോട്ടവും ഒരുപക്ഷെ നശിച്ചു കാണും എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂപ്രകൃതിയിൽ മാറ്റം സംഭവിച്ചതുകൊണ്ട് ഇത് കണ്ടെത്താൻ സാധ്യമല്ല എന്നത് സത്യം. എങ്കിലും ജനവും ഗവേഷകരും വേദപണ്ഡിതന്മാരും ഏദൻ തോട്ടത്തെ ഇപ്പോഴും അന്വേഷിക്കുന്നു. ഏദനെക്കുറിച്ച് ഒരു വചനം യെഹെസ്കേൽ പുസ്തകം 31:18 പറഞ്ഞിരിക്കുന്നു. ഏദൻ തോട്ടത്തെ അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറക്കി എന്നതാണ്. എന്താണെങ്കിലും നശിപ്പിക്കപ്പെട്ട ഈ ഏദന്റെ ഗ്ലോറിയിനെ ദൈവം 1000 വർഷ വാഴ്ചയിൽ ഭൂമിയിൽ മുഴുവനും കൊണ്ടുവരും.
ഈ ആദമും ഹവയും ആദ്യം എവിടെ വന്നു എന്ന് പറഞ്ഞാൽ, ഗവേഷകരുടെ ഗവേഷണം അനുസരിച്ച് ഇറാഖാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ആദ്യ തുടക്കമെന്ന് പറയുന്നു. അതായത് ബൈബിളിൽ ഷിനയാർ ദേശം, കൽദയരുടെ ദേശം, മെസപ്പട്ടോമിയ എന്ന് പറയുമല്ലോ, ഇതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നു. ഫ്രാത്ത് നദി തീരത്താണ് മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കമെന്ന് ചില സൂചനകളും പറയുന്നു. അതുകൊണ്ട് ഈ ഫ്രാത്ത് നദി ഏദനിൽ നിന്ന് ആരംഭിച്ചതാണ്. അതുകൊണ്ട് ഈ ഇറാഖ് ദേശത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താകണം സ്ഥിതി ചെയ്തത് എന്ന് അനുമാനിക്കുന്നു. ബൈബിളിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഭാഗത്തേക്ക് ചെന്ന് കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ.